ധൈര്യം വന്നു പ്രിയയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ അവളെ? എത്ര പവിത്രമായ ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. നീ അവൾക്കെതിരെ എന്തൊക്കെയാ ചെയ്തത്? നിനക്കെപ്പോഴും നന്മ മാത്രമല്ലേ അവൾ ചെയ്തിട്ടുള്ളൂ? പൈസ ഇന്ന് വരും, അത് നാളെ പോവും. പക്ഷേ നിനക്ക് അവളുടെ സഹോദരി ബുൾബുളിനെ തിരികെ കൊണ്ടുവന്ന് നൽകാൻ സാധിക്കുമോ? അപ്പോ സുമംഗലി ധർമ്മത്തിന് അധികമായി അവൾ അവളുടെ കടമകൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബലിയാടായി തീർന്നവൾ നിനക്ക് വേണ്ടി ബലിയാടാവാൻ തയ്യാറാണ്, ജീവൻ വെടിയാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവൾ എപ്പോഴും. പക്ഷെ നീ അവളെ ജീവനോടെ കുഴിച്ചു മൂടിയില്ലേ? അവളുടെ ജീവിതത്തിൽ എന്താ ഇനി ബാക്കിയുള്ളത്? അവൾക്കിനി അവളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. അവൾ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? നിനക്ക് കുറച്ച് നാണം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലുപോ, നീ പോയി അവളോട് മാപ്പ് ചോദിക്ക്. അവളോട് പറ നിനക്ക് തെറ്റുപറ്റിയെന്ന്. നീ കാണിക്കുന്ന ഈ തലയെടുപ്പുണ്ടല്ലോ, റോക്ക് സ്റ്റാർ ആണെന്നുള്ളത്. നിന്റെ ഈ ശിരസ് അതുണ്ടല്ലോ, അവൾക്ക് മുന്നിൽ കുനിച്ച് അവളോട് മാപ്പ് ചോദിക്ക്. അല്ലെങ്കിൽ എന്റെ മാപ്പ് ഒരിക്കലും നിനക്ക് ലഭിക്കില്ല. നീ ഇതങ്ങ് മറന്നേക്ക്. നിനക്കൊരച്ഛമ്മ ഉണ്ടായിരുന്ന കാര്യം, പ്രിയയോടുള്ള ബന്ധവും നീയും ഞാനുമായുള്ള ബന്ധവും ഇതോടെ അവസാനിക്കുന്നു. അച്ഛമ്മ, ആരും എന്നെ കണ്ണാടിപ്പെട്ടിന്ന് വിളിക്കില്ല. ആരും ബലൂണെന്നോ മുഖാമ്പോന്നും വിളിക്കില്ല. ഞാൻ പ്രിയയായിരുന്നു, എന്നും അങ്ങനെയായിരിക്കും. എൻ്റെ അവസ്ഥയും വിധിയും എൻ്റെ സിന്ദൂരത്തിന് പോലും അതൊന്നും തടയാൻ കഴിഞ്ഞില്ല. നീ എന്തിനാ കരയുന്നത്? ഇല്ല, കണ്ണീന്ന് വെറുതെ വെള്ളം വന്നതാ. അതിനെന്താ കാരണമെന്നാ ഞാൻ ചോദിച്ചത്. കണ്ണിലുണ്ടായിരുന്നതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു.
നിനക്കിപ്പോൾ ഇതെന്താ പറ്റിയത്? ബലൂണിൻ്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇത്രയും നാളും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് നീ എൻ്റെ ബലൂണായിരുന്നെങ്കിലെന്നാ. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നീ എൻ്റെ ബലൂണായി വന്നിരിക്കുകയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്തിനാ പിന്നെ ഇവിടെ വന്ന്? ചെന്ന് തനുവിനോടൊപ്പം പുതിയ ജീവിതം പ്ലാൻ ചെയ്യൂ. എന്നോടൊപ്പം എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അച്ഛമ്മ പറഞ്ഞത് ശരിയാ. ഈ ലോകത്തിൽ എന്നെക്കാളും വൃത്തികെട്ടവനായിട്ട് ആരും ഉണ്ടാവില്ല. ബലൂണിനെ നേടാൻ വേണ്ടി ഞാനിപ്പോൾ ബലൂണിനെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുക. എനിക്ക് ഇവളോടെല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ. എല്ലാം. പറയാനൊന്നുമില്ലെങ്കിൽ ഞാൻ പോവാ. പ്രിയ പ്ലീസ് ഒന്ന് നിൽക്ക്. പറയാൻ ഇനി എന്താ ബാക്കിയുള്ളത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അത് കേൾക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തൂടെ? പറയൂ. ആദ്യം നീ നിന്റെ കണ്ണാടി ഒന്ന് മാറ്റാം. എന്തിന്? നിന്റെ ഈ കണ്ണാടിയിൽ നമ്മുടെ പഴയ ഓർമ്മകളാ പ്രിയ. ഇനിയും ഇങ്ങനെ കണ്ടാൽ എനിക്ക് നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒന്നും സംസാരിക്കാനും കഴിയില്ല. പ്ലീസ്. ഐ എം സോറി. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ്, അതിനൊക്കെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക. പ്ലീസ് 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 എന്നെ നോക്കല്ലേ പ്ലീസ്. നീ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണുകൾ നോക്കാനുള്ള ധൈര്യം എനിക്കില്ല. നിന്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ ചിലപ്പോൾ പതറിപ്പോവും പ്രിയ. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ശിക്ഷയാ പ്രിയ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നടന്നത് നിനക്ക് ഓർമ്മയുണ്ടാവില്ല. ഡ്രിങ്ക്സ് കഴിച്ചത് നീയാ, പക്ഷേ ബോധമില്ലാത്തവനെ പോലെ പെരുമാറിയത് ഞാനാ. നിന്റെ അവസ്ഥ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. ചതിയിലൂടെ നമ്മുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ നിന്റെ സൈൻ വാങ്ങിച്ചു. ഇപ്പോൾ ആ വക്കീല് പേപ്പറും കൊണ്ട് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഓർഡർ വരാം. അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വേർപിരിയും. ഇനി വേണമെങ്കിൽ നീ തിരിഞ്ഞോ. ഇനി നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പ്രിയ. അതിനുള്ള അവകാശം നിനക്കുണ്ട്. എന്ത് ശിക്ഷ വേണമെങ്കിലും നീ എനിക്ക് തന്നു. വേണമെങ്കിൽ നീ എന്നെ തല്ലിക്കോ. കാരണം നിന്റെ മുന്നിൽ ഞാനിപ്പോൾ തെറ്റുകാരനാണ്. നിന്റെ അവസ്ഥ മുതലെടുത്ത് നിന്നെ ചതിച്ചവനാ ഞാൻ. ഇങ്ങനെ കരയരുത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ നല്ലൊരു തീരുമാനം തന്നെ എടുത്തത്. ഇപ്പോ നിങ്ങളുടെ കടമ മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും ഒന്നും ഫീലിങ്സിനെ മാറ്റി നിർത്തി ഇങ്ങനെ കടമ ചെയ്യാൻ കഴിയില്ല. നിങ്ങളാകട്ടെ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ എപ്പോഴും സത്യത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ. അതിനു വേണ്ടി സത്യത്തിന്റെ കൂടെ നിൽക്കാനായി എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് അതിൽ ഒരു വിഷമം തോന്നില്ല. ഇന്ന് നിങ്ങൾ എന്നെ മനസ്സിലാക്കി. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറയാൻ മഞ്ഞിൽ വീഴും പൊൻവേലിൽ മിന്നി കിനാവായി കവിതേ പ്രണയമെന്നൊരു പുലരൊളിയാ ഇലവിരിഞ്ഞ കരുനിരകളുമാ അലിഞ്ഞു പാടുന്നു വെറുതെ
കേൾക്കുവാൻ പതിയെ Cheers. നീ പറഞ്ഞത് വളരെ ശരിയാ തന്നെ. ശത്രു തോൽവി സമ്മതിക്കുന്നത് വരെ വിജയ്ക്ക് വിജയം ആഘോഷിക്കാൻ കഴിയില്ല. ആ പാവം പ്രിയയുടെ മുഖം ഒന്ന് കാണുമായിരുന്നു. സൂസാൻ, അതെ, അവളുടെ അമ്മയുടെ അവസ്ഥയും കാണായിരുന്നു. പാവം പ്രിയ ജീവിതകാലം മുഴുവൻ അമ്മയെ നോക്കി കാലം കഴിക്കും. എന്റെ കല്യാണം ശരിക്കും ഒന്ന് കാണാൻ പോലും അവൾക്ക് കഴിയില്ല. അവള് കണ്ടില്ലെങ്കിൽ എന്താ നിന്നെ കണ്ണു വെക്കില്ലല്ലോ, അങ്ങനെ ഓർക്ക് നീ. ഇത് നല്ലതാണോ എന്നുവെച്ചാ ഫ്രഷ് ആണോ? മൈഥിലിയെടുത്ത് എന്തിനാ നിൽക്കുന്ന വരെ ഇരിക്കുന്നേ? ഇൻഫാക്ട് നിങ്ങള് വെറുതെ എന്തിനാ ഇരിക്കുന്നേ? നിങ്ങള് നമ്മുടെ ഒപ്പം ആഘോഷിക്ക് അല്ലേ തനു? ശരിയല്ലേ? അല്ല, ഞാനിതെങ്ങനെയാ ഈ ഇപ്പൊ? വീട്ടിൽ ആകെ ഏടത്തേക്ക് മാത്രമേ നമുക്കിപ്പോ ആഘോഷിക്കാൻ കഴിയൂ. ഇവിടെ മറ്റാർക്കും നമ്മുടെ സന്തോഷം ഡൈജസ്റ്റ് പോലും ആവില്ല. അപ്പൊ ഏടത്തി ഇതങ്ങ് കുടിക്കാം. അല്ല, ഞാൻ ഈ സ്നാക്സ് ഒക്കെ കഴിച്ചോളാം. Cheers. കുടിക്കട്ടെ. ഇത്രയും കയ്പ് എങ്ങനെയാ കുടിക്കുന്നത്? ഇതൊക്കെ എന്താ? കല്യാണ കത്തുകളോ? ഏതെങ്കിലും സെലക്ട് ചെയ്തോ? ഇല്ല ഏട്ടത്തി, ഇതുവരെ ഒന്നും സെലക്ട് ചെയ്തില്ല. ഒന്നും ശരിയാവുന്നില്ല. ഐ മീൻ, എന്റെ കല്യാണ ലെറ്റർ ഡിഫറെന്റ് ആയിരിക്കണം, പ്രത്യേകതയുള്ളതായിരിക്കണം, കുറച്ച് യുണീക്ക്. അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ, ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞാനേ കല്യാണ ലെറ്റേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പണ്ടേ പെർഫെക്റ്റാ. 2 മിനിറ്റ് താ. അലിയെ, നീ ഇവിടെ നോക്ക്. ഇതിപ്പോ നല്ല ഒരുപാട് കാർഡ്സ് ഉണ്ടല്ലോ. ഇത് അടിപൊളി. നോട്ട് ബാഡ് യാ. തനു ഇതെങ്ങനെയുണ്ട്? വേണ്ട അലിയ, ഇത് കുറച്ച് ട്രഡീഷണൽ ടൈപ്പാ. കണ്ടിട്ട് റോക്ക് സ്റ്റാറിന്റെ മോഡലിന്റെ കല്യാണം ഒന്നും തോന്നുന്നില്ല. ഇത് നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ പിക്ചർ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയി തോന്നില്ല. ഞാൻ നോക്കട്ടെ. എന്റെ തനു, ഇത് ഇങ്ങനെ തന്നെയാ. വധൂവരന്മാര് നല്ല പൂമാലയൊക്കെ അണിഞ്ഞു നിന്ന് ഇത് നല്ല രസമുണ്ട്. പെർഫെക്റ്റ് ആണല്ലോ. അല്ല, ഈ പിക്ചർ പെർഫെക്റ്റ് അല്ല. ഇവിടെ ഐ തിങ്ക് ഒരു പെൺകുട്ടി കൂടെ വേണം. ഇവിടെ ഒരു പെണ്ണ് വേണം. ഇവളുടെ മുഖം പ്രിയെ പോലെ ഉണ്ടാവണം. എന്നിട്ട് അവള് കരഞ്ഞുകൊണ്ട് ഓടുന്ന പോലെ ആവണം. അതിൽ ഒരു അഡീഷനും കൂടി ഉണ്ട്. കണ്ണടി, പിന്നിട്ട മുടി. നമ്മൾ അകന്നിരിക്കണോ? ഇല്ലെങ്കിൽ എല്ലാവർക്കും അത്. നോക്ക് പ്രിയ, എനിക്ക് ഓർമ്മയുണ്ട്, നീ ഇവിടുന്ന് പോകുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കണമെന്ന്. കാര്യം ഞാൻ ഈ കുടുംബത്തിന്റെ തണലാണ്, എല്ലാവർക്കും ഉള്ള ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവണ്ടേ? ആളുകൾ എന്നെ അങ്ങനെയല്ലേ കാണാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യമേ പറയാവൂ, എല്ലാവർക്കും ഞാനൊരു എക്സാമ്പിൾ ആവണം. എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് തെറ്റ് പറ്റിയിട്ടുമുണ്ട്. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ തനുവിനെ പരിചയപ്പെടുന്ന സമയത്ത് എനിക്കറിയാതെ തോന്നിപ്പോയി അവളെൻ്റെ സ്റ്റാറ്റസിന് പറ്റിയ പെൺകുട്ടിയാണെന്ന്. ഞാൻ വിചാരിച്ചത് ആളുകൾ ഞങ്ങളെ കാണുമ്പോൾ നല്ല ജോഡിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന്. പക്ഷേ ആ തെറ്റായ ചിന്ത കാരണം എനിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായില്ല. ഒരു റോങ് റിലേഷൻഷിപ്പാണ് ഉണ്ടായത്. ഞാൻ വിചാരിച്ചത് എനിക്ക് അവളോട് സ്നേഹമായിരുന്നെന്നോ. ആ തെറ്റിൻ്റെ ശിക്ഷയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക.
തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച മറ്റൊരു പെൺകുട്ടിയെ എല്ലാ അർത്ഥത്തിലും വേദനിപ്പിച്ചിരിക്കുക ഇപ്പോൾ. എനിക്കറിയാം, ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകൾ കാരണോ. ചെയ്ത തെറ്റിന്റെ ശിക്ഷയൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. തെറ്റാന്ന് അറിഞ്ഞിട്ടും സത്യത്തെ മറച്ചുകൊണ്ട് ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നില്ലേ പ്രിയ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ എനിക്ക് കിട്ടാൻ പോകുന്നത്. എനിക്ക് നിന്നെ നഷ്ടപ്പെടുകയല്ലേ. നിങ്ങൾ എന്നെ എങ്ങനെ നഷ്ടപ്പെടുത്തും? അതിനൊരിക്കൽ പോലും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. പിന്നെ വേർപിരിയുന്നത് എങ്ങനെ? ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ അയാളുടെ ഒപ്പം നമ്മൾ ഉണ്ടാവണമെന്ന് ഒരാവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ എടുത്ത ഈ തീരുമാനം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉചിതം. നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റി. ഞാൻ എന്ന് നിങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ കടമകളും നിങ്ങൾ നിറവേറ്റിയെന്ന് തോന്നുമ്പോ, തളർന്നു എന്ന് തോന്നുമ്പോ, അന്നും കൂടെ തന്നെ ഞാൻ ഉണ്ടാവും താങ്ങും തണലുമായി. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുന്ന മനസ്സുണ്ടല്ലോ, അത് മതി. എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിലും നല്ല സുഹൃത്തുക്കളായി തുടർന്നൂടെ നമുക്ക്? ഭാര്യയുടെ കടമ ചെയ്യാനൊന്നും കഴിയില്ല എങ്കിലും നല്ലൊരു സുഹൃത്തായിരിക്കാൻ പറ്റും. എന്താവശ്യം എപ്പ തോന്നിയാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. നിങ്ങൾ എന്നെ ഓർക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾ കരയില്ലല്ലോ. ഫ്രണ്ട്സ്.